നമസ്കാരം. ഇന്ന് രാവണൻ്റെ മറ്റൊരു കഥ കേട്ടാലോ? ഇത് കുട്ടിപ്പുരാണം. പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടു നോക്കൂ. ഹിമാലയത്തിൽ നിന്ന് പുഷ്പകവിമാനത്തിൽ കയറി രാവണൻ പൂരുവംശത്തിലെ ഒരു രാജാവായ മരുത്തൻ യാഗം നടത്തുന്ന യാഗശാലയിലെത്തി. മരുത്തൻ സമ്പത്തിൽ കുബേരന് തുല്യനായിരുന്നു. മരുത്തനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി സമ്പത്ത് മുഴുവൻ കൈക്കലാക്കാനായിരുന്നു രാവണൻ ചെന്നത്. രാവണനെ കണ്ട് യാഗശാലയിലുണ്ടായിരുന്ന ദേവന്മാർ പെട്ടെന്ന് രൂപം മാറി ഒളിച്ചിരുന്നു. ഇന്ദ്രൻ മയിലായും, യമൻ കാക്കയായും, കുബേരൻ ഓന്തായും, വരുണൻ ഹംസമായും, മറ്റ് ദേവന്മാരെല്ലാം ഓരോരോ പക്ഷികളും മൃഗങ്ങളുമായി രൂപം മാറി. യാഗവേദിയിൽ വെച്ച് രാവണൻ മരുത്തനെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. മരുത്തൻ അനങ്ങിയില്ല. രാവണൻ മരുത്തനോട് പറഞ്ഞു, ഒന്നുകിൽ നീ യുദ്ധം ചെയ്യാൻ തയ്യാറാവുക, അല്ലെങ്കിൽ തോൽവി സമ്മതിക്കുക. അതിനങ്ങാരാണ്? മരുത്തൻ തിരിച്ചു ചോദിച്ചു. അത് കേട്ട് ദേഷ്യം വർദ്ധിച്ച രാവണൻ പറഞ്ഞു, എന്ത്, എന്നെ അറിയില്ലെന്നോ? രാക്ഷസരാജാവായ വൈശ്രവണൻ്റെ അനിയൻ, പൗലസ്ത്യൻ്റെ മകൻ രാവണനാണ് ഞാൻ. ജ്യേഷ്ഠനായ കുബേരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പുഷ്പകവിമാനം സ്വന്തമാക്കിയവനാണ് ഞാൻ. അച്ഛന് തുല്യനായ ജ്യേഷ്ഠനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച നീ വളരെ ധർമ്മിഷ്ഠനാണ്. നിന്നെപ്പോലെ നല്ലവൻ ഈ ലോകത്തിലുണ്ടാവില്ല എന്ന് മരുത്തൻ രാവണനെ പരിഹസിച്ചു. നിന്നെ കൊന്നുകളഞ്ഞാലേ ലോകത്ത് സമാധാനമുണ്ടാകൂ എന്ന് പറഞ്ഞ് മരുത്തൻ രാവണനുമായി യുദ്ധത്തിനൊരുങ്ങി. രാജാവേ, യാഗം ദീക്ഷിച്ചാൽ അത് പൂർത്തിയാകാതെ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ സന്ദർഭത്തിൽ അങ്ങ് യുദ്ധത്തിനൊരുങ്ങരുത്. മഹേശ്വര സത്രമാണ് നാം ആരംഭിക്കുന്നത്. ഇത് പൂർണ്ണമാക്കാതെ പോയാൽ അങ്ങയുടെ വംശം തന്നെ അറ്റുപോകും എന്ന് ദേവഗുരു ബൃഹസ്പതിയുടെ അനുജനായ സംവർത്തകൻ മരുത്തനോട് പറഞ്ഞു. യജ്ഞാചാര്യനായ സംവർത്തകൻ പറഞ്ഞത് കേട്ട് രാവണനെ അവഗണിച്ചുകൊണ്ട് മരുത്തൻ യാഗം തുടർന്നു. മരുത്തൻ യാഗം തുടർന്നപ്പോൾ രാവണൻ്റെ അനുചരന്മാർ രാവണൻ വിജയിച്ചുവെന്ന് ജയാരവം മുഴക്കി അവിടെ നിന്നും പോയി. പക്ഷികളുടെയും മൃഗങ്ങളുടെയും രൂപത്തിൽ മറഞ്ഞിരുന്ന ദേവന്മാർ സ്വന്തം രൂപത്തിൽ യാഗശാലയിലേക്കെത്തി. അപ്പോൾ ദേവേന്ദ്രൻ സുന്ദരമായ ശരീരവും പീലികളിൽ തൻ്റെ പോലെ നീല കണ്ണുകളും ഉണ്ടാകട്ടെ, ഭൂമിയിൽ മഴ വരുന്ന സമയത്ത് നിങ്ങൾ സന്തോഷത്തോടെ നൃത്തം ചെയ്യട്ടെ എന്ന് മയിലിനെ അനുഗ്രഹിച്ചു. കാക്കകളെ യമനും അനുഗ്രഹിച്ചു. എന്തെന്നോ, ആരെങ്കിലും കൊന്നെങ്കിലല്ലാതെ രോഗം വന്നോ വയസ്സായിട്ടോ നിങ്ങൾക്ക് മരണം സംഭവിക്കില്ല. മരിച്ച് യമപുരിയിൽ വസിക്കുന്നവർക്ക് മനുഷ്യർ നൽകുന്ന പിണ്ടം നിങ്ങൾ കഴിച്ചാൽ മരിച്ചുപോയവർക്ക് തൃപ്തി വരട്ടെ എന്ന്. തൂവെള്ള നിറത്തിൽ ജലാശയത്തിൽ താമരനൂലും കഴിച്ച് സുഖമായി കഴിയാൻ വരുണൻ ഹംസങ്ങളെയും അനുഗ്രഹിച്ചു. യജ്ഞാചാര്യനായ സംവർത്തകന് ദക്ഷിണയും കൊടുത്ത് മരുത്തനും തൻ്റെ രാജധാനിയിലേക്ക് പോയി.